ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, PSC റാങ്ക് നിർണ്ണയിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻസും വരുന്നത് SCERT ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് മുന്നിലെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നത് SCERT ബുക്കിനെ കവർ ചെയ്തുകൊണ്ട് അതിലെ PSCക്ക് വരുന്ന എല്ലാ പോയിന്റുകളും പഠിക്കുക എന്നതാണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 3ാം അധ്യായമായ പൊതുഭരണം എന്ന പാഠഭാഗത്തിലെ PSCയെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. പൊതുഭരണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ആൻസർ വുഡ്രോ വിൽസൺ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. പൊതുഭരണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വുഡ്രോ വിൽസൺ. ക്വസ്റ്റ്യൻ നമ്പർ 2. പൊതുഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ നികുതി പിരിവ്, ഓപ്ഷൻ ബി ജനക്ഷേമം, ഓപ്ഷൻ സി തിരഞ്ഞെടുപ്പ് നടത്തുക, ഓപ്ഷൻ ഡി കോടതി നടത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനക്ഷേമം. പൊതുഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് ജനക്ഷേമമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി പാർലമെൻറ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, സുപ്രീം കോടതി. ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 4. ജനാധിപത്യത്തിലെ 3 ഭരണഘടകങ്ങൾ ഏവ? ഓപ്ഷൻ എ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, ഓപ്ഷൻ ബി ലോക്സഭ, രാജ്യസഭ, നിയമസഭ, ഓപ്ഷൻ സി നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം, ഓപ്ഷൻ ഡി കേന്ദ്രം, സംസ്ഥാനം, തദ്ദേശ സ്ഥാപനങ്ങൾ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നിയമനിർമ്മാണം, കാര്യനിർവാഹകം, നീതിന്യായം. ജനാധിപത്യത്തിലെ 3 ഭരണഘടകങ്ങളാണ് നിയമനിർമ്മാണം, കാര്യനിർവാഹകം, നീതിന്യായം. ക്വസ്റ്റ്യൻ നമ്പർ 5. നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല എന്താണ്? ഓപ്ഷൻ എ നിയമങ്ങൾ നടപ്പാക്കുക, ഓപ്ഷൻ ബി നിയമങ്ങൾ നിർമ്മിക്കുക, ഓപ്ഷൻ സി നീതി നടപ്പാക്കുക, ഓപ്ഷൻ ഡി തിരഞ്ഞെടുപ്പ് നടത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, നിയമങ്ങൾ നിർമ്മിക്കുക. നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലയാണ് നിയമങ്ങൾ നിർമ്മിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6. കാര്യനിർവാഹക വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല എന്താണ്? ഓപ്ഷൻ എ നിയമങ്ങൾ നിർമ്മിക്കുക, ഓപ്ഷൻ ബി നിയമങ്ങൾ നടപ്പാക്കുക, ഓപ്ഷൻ സി ഭരണഘടന ഭേദഗതി ചെയ്യുക, ഓപ്ഷൻ ഡി നീതി നടപ്പാക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, നിയമങ്ങൾ നടപ്പാക്കുക. കാര്യനിർവാഹക വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല എന്നത് നിയമങ്ങൾ നടപ്പാക്കുക എന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. നീതിന്യായ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല എന്താണ്? ഓപ്ഷൻ എ നിയമങ്ങൾ നിർമ്മിക്കുക, ഓപ്ഷൻ ബി തിരഞ്ഞെടുപ്പ് നടത്തുക, ഓപ്ഷൻ സി നീതി നടപ്പാക്കുക, ഓപ്ഷൻ ഡി ബജറ്റ് അവതരിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, നീതി നടപ്പാക്കുക. നീതിന്യായ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല എന്നത് നീതി നടപ്പാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8. അധികാര വിഭജന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മോന്തസ്ക്യൂ. അധികാര വിഭജന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മോന്തസ്ക്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. നിയമവാഴ്ച എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ആൻസർ AV ഡിസൈ. നിയമവാഴ്ച എന്ന ആശയം മുന്നോട്ട് വെച്ചത് AV ഡിസൈ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്ത്യൻ ഭരണഘടനയുടെ പരമോന്നത നിയമം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ ശിക്ഷാ നിയമം, ഓപ്ഷൻ ബി പാർലമെൻറ്റ് നിയമം, ഓപ്ഷൻ സി ഇന്ത്യൻ ഭരണഘടന, ഓപ്ഷൻ ഡി സുപ്രീം കോടതി വിധി. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ പരമോന്നത നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ ഭരണഘടന. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? ഓപ്ഷൻ എ ലോക്സഭ, ഓപ്ഷൻ ബി രാജ്യസഭ, ഓപ്ഷൻ സി ഇലക്ടറൽ കോളേജ്, ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇലക്ടറൽ കോളേജ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ ലോക്സഭ സ്പീക്കർ, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, രാഷ്ട്രപതി. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ക്വസ്റ്റ്യൻ നമ്പർ 13. മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വമുള്ളത് ആരോടാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി രാജ്യസഭ, ഓപ്ഷൻ സി ലോക്സഭ, ഓപ്ഷൻ ഡി സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ സി ലോക്സഭയാണ്. മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വമുള്ളത് ലോക്സഭയോടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ലോക്സഭയുടെ സാധാരണ കാലാവധി എത്രയാണ്?
ഓപ്ഷൻ എ 4 വർഷം, ഓപ്ഷൻ ബി 5 വർഷം, ഓപ്ഷൻ സി 6 വർഷം, ഓപ്ഷൻ ഡി 7 വർഷം. ആൻസർ ഓപ്ഷൻ ബി ആണ് 5 വർഷം. ലോക്സഭയുടെ സാധാരണ കാലാവധി 5 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 15. രാജ്യസഭ സ്ഥിരസഭയാവാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനാൽ, ഓപ്ഷൻ ബി പിരിച്ചുവിടാനാകാത്തതിനാൽ, ഓപ്ഷൻ സി രാഷ്ട്രപതി നിയന്ത്രിക്കുന്നതിനാൽ, ഓപ്ഷൻ ഡി കാലാവധി ഇല്ലാത്തതിനാൽ. ആൻസർ ഓപ്ഷൻ ബി ആണ് പിരിച്ചുവിടാനാകാത്തതിനാൽ. രാജ്യസഭ സ്ഥിരസഭയാകാൻ കാരണം പിരിച്ചുവിടാനാവാത്തതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 16. ലോക്സഭയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി സ്പീക്കർ, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ സി ആണ് സ്പീക്കർ. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 17. രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യൻ പാർലമെന്റിന്റെ ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ എ ലോക്സഭയും രാജ്യസഭയും മാത്രം, ഓപ്ഷൻ ബി രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ, ഓപ്ഷൻ സി രാഷ്ട്രപതിയും ലോക്സഭയും മാത്രം, ഓപ്ഷൻ ഡി ലോക്സഭ രാജ്യസഭ സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഘടകങ്ങളാണ് രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ. ക്വസ്റ്റ്യൻ നമ്പർ 19. സംസ്ഥാന നിയമസഭയുടെ സാധാരണ കാലാവധി എത്രയാണ്? ഓപ്ഷൻ എ 4 വർഷം, ഓപ്ഷൻ ബി 5 വർഷം, ഓപ്ഷൻ സി 6 വർഷം, ഓപ്ഷൻ ഡി 7 വർഷം. ആൻസർ ഓപ്ഷൻ ബി ആണ് 5 വർഷം. സംസ്ഥാന നിയമസഭയുടെ സാധാരണ കാലാവധി 5 വർഷമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഗവർണറെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി നിയമസഭ. ആൻസർ ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതി. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി സുപ്രീം കോടതി, ഓപ്ഷൻ ഡി പാർലമെന്റ്. ആൻസർ ഓപ്ഷൻ സി ആണ് സുപ്രീം കോടതി. ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 22. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ രൂപീകരിച്ചിരിക്കുന്ന സ്ഥാപനം ഏത്? ഓപ്ഷൻ എ ലോകായുക്ത, ഓപ്ഷൻ ബി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ സി ധനകാര്യ കമ്മീഷൻ, ഓപ്ഷൻ ഡി UPSC. ആൻസർ ഓപ്ഷൻ എ ആണ് ലോകായുക്ത. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ രൂപീകരിച്ചിരിക്കുന്ന സ്ഥാപനമാണ് ലോകായുക്ത. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഉത്തരവാദിയായ ഭരണഘടനാ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ ധനകാര്യ കമ്മീഷൻ, ഓപ്ഷൻ ബി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ സി ആസൂത്രണ കമ്മീഷൻ, ഓപ്ഷൻ ഡി UPSC. ആൻസർ ഓപ്ഷൻ ബി ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഉത്തരവാദിയായ ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി ലോക്സഭ സ്പീക്കർ, ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രധാനമന്ത്രി. ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന പ്രധാന നിയമരേഖ ഏത്? ഓപ്ഷൻ എ ഭരണഘടന, ഓപ്ഷൻ ബി പൗരത്വ നിയമം, ഓപ്ഷൻ സി വിദ്യാഭ്യാസ നിയമം, ഓപ്ഷൻ ഡി ശിക്ഷാ നിയമം. ആൻസർ ഓപ്ഷൻ എ ആണ് ഭരണഘടന. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന പ്രധാന നിയമരേഖയാണ് ഭരണഘടന. ക്വസ്റ്റ്യൻ നമ്പർ 26. പൊതുഭരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ ലാഭം നേടുക, ഓപ്ഷൻ ബി ജനക്ഷേമം ഉറപ്പാക്കുക, ഓപ്ഷൻ സി നികുതി വർദ്ധിപ്പിക്കുക, ഓപ്ഷൻ ഡി തിരഞ്ഞെടുപ്പ് നടത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ജനക്ഷേമം ഉറപ്പാക്കുക. പൊതുഭരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നത് ജനക്ഷേമം ഉറപ്പാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 27. നിയമങ്ങളുടെ വ്യാഖ്യാനവും നീതി നടപ്പാക്കലും നിർവഹിക്കുന്നത് ഏത് വിഭാഗമാണ്? ഓപ്ഷൻ എ നിയമനിർമ്മാണ വിഭാഗം, ഓപ്ഷൻ ബി ഭരണനിർവഹണ വിഭാഗം, ഓപ്ഷൻ സി നീതിന്യായ വിഭാഗം, ഓപ്ഷൻ ഡി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ് നീതിന്യായ വിഭാഗം. നിയമങ്ങളുടെ വ്യാഖ്യാനവും നീതി നടപ്പാക്കലും നിർവഹിക്കുന്നത് ഏത് വിഭാഗമാണ്? ആൻസർ ഓപ്ഷൻ സി നീതിന്യായ വിഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 28. ജനാധിപത്യത്തിന്റെ അധികാരം ജനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ ആശയം എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ജനാധിപത്യം, ഓപ്ഷൻ ബി രാജവാഴ്ച, ഓപ്ഷൻ സി ഏകാധിപത്യം,
ഓപ്ഷൻ ഡി പ്രഭുത്വം. ആൻസർ ഓപ്ഷൻ എ ആണ് ജനാധിപത്യം. ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ ആശയം സൂചിപ്പിക്കുന്നത് ജനാധിപത്യത്തെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 29. നിയമങ്ങൾ നിർമ്മിക്കുന്ന ഭരണഘടകം ഏത്? ഓപ്ഷൻ എ നീതിന്യായ വിഭാഗം, ഓപ്ഷൻ ബി നിയമനിർമ്മാണ വിഭാഗം, ഓപ്ഷൻ സി ഭരണനിർവഹണ വിഭാഗം, ഓപ്ഷൻ ഡി ലോകായുക്ത. ആൻസർ ഓപ്ഷൻ ബി നിയമനിർമ്മാണ വിഭാഗം. നിയമങ്ങൾ നിർമ്മിക്കുന്ന ഭരണഘടകമാണ് നിയമനിർമ്മാണ വിഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 30. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കുന്ന സംവിധാനമാണ് ഓപ്ഷൻ എ പൊതുഭരണം, ഓപ്ഷൻ ബി സ്വകാര്യ ഭരണം, ഓപ്ഷൻ സി ന്യായപാലനം, ഓപ്ഷൻ ഡി ബാങ്കിംഗ് സംവിധാനം. ആൻസർ ഓപ്ഷൻ എ ആണ് പൊതുഭരണം. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കുന്ന സംവിധാനമാണ് പൊതുഭരണം. ക്വസ്റ്റ്യൻ നമ്പർ 31. നയവും ഭരണവും തമ്മിലുള്ള ബന്ധം ഏറ്റവും നല്ല രീതിയിൽ വ്യക്തമാക്കുന്നത് ഏത്? ഓപ്ഷൻ എ ഭരണനയം രൂപീകരിക്കുന്നു, ഓപ്ഷൻ ബി നയം ഭരണത്തെ നയിക്കുന്നു, ഓപ്ഷൻ സി രണ്ടും പരസ്പരം ബന്ധമില്ലാത്തവയാണ്, ഓപ്ഷൻ ഡി നയം കോടതികൾ നടപ്പിലാക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, നയം ഭരണത്തെ നയിക്കുന്നു. ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. നയവും ഭരണവും തമ്മിലുള്ള ബന്ധം ഏറ്റവും നല്ല രീതിയിൽ വ്യക്തമാക്കുന്നത് നയം ഭരണത്തെ നയിക്കുന്നു എന്നതാണ്. സർക്കാർ രൂപീകരിക്കുന്ന നയങ്ങളാണ് ഭരണ സംവിധാനം നടപ്പിലാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ നികുതി വർദ്ധിപ്പിക്കൽ, ഓപ്ഷൻ ബി ജനക്ഷേമം ഉറപ്പാക്കൽ, ഓപ്ഷൻ സി തിരഞ്ഞെടുപ്പ് നടത്തൽ മാത്രം, ഓപ്ഷൻ ഡി നിയമം നിർമ്മിക്കൽ മാത്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനക്ഷേമം ഉറപ്പാക്കൽ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത് ജനക്ഷേമം ഉറപ്പാക്കലാണ്. ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കി ക്ഷേമം ഉറപ്പാക്കുകയാണ് ഭരണത്തിൻ്റെ ലക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 33. പൊതുഭരണത്തിൻ്റെ വിജയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം ഏത്? ഓപ്ഷൻ എ കാര്യക്ഷമതയും സുതാര്യതയും, ഓപ്ഷൻ ബി രഹസ്യ സ്വഭാവം, ഓപ്ഷൻ സി കാലതാമസം, ഓപ്ഷൻ ഡി അനാവശ്യ ചെലവ്. ആൻസർ ഓപ്ഷൻ എ ആണ്, കാര്യക്ഷമതയും സുതാര്യതയും. പൊതുഭരണത്തിൻ്റെ വിജയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകമാണ് കാര്യക്ഷമതയും സുതാര്യതയും. കാര്യക്ഷമവും സുതാര്യവുമായ ഭരണമാണ് ജനവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 34. പൊതുഭരണത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് ലഭിച്ച പ്രധാന അവകാശം ഏത്? ഓപ്ഷൻ എ വിവരാവകാശം, ഓപ്ഷൻ ബി സ്വത്തവകാശം, ഓപ്ഷൻ സി വിദ്യാഭ്യാസാവകാശം, ഓപ്ഷൻ ഡി സാംസ്കാരിക അവകാശം. ആൻസർ ഓപ്ഷൻ എ ആണ്, വിവരാവകാശം. പൊതുഭരണത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് ലഭിച്ച പ്രധാന അവകാശമാണ് വിവരാവകാശം. വിവരാവകാശ നിയമം ഭരണത്തിൻ്റെ സുതാര്യത ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 35. സർക്കാർ ജീവനക്കാരുടെ നിയമനവുമായി പ്രധാനമായും ബന്ധപ്പെട്ട സ്ഥാപനം ഏത്? ഓപ്ഷൻ എ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ ബി പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC, ഓപ്ഷൻ സി ധനകാര്യ കമ്മീഷൻ, ഓപ്ഷൻ ഡി ആസൂത്രണ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, PSC അഥവാ പബ്ലിക് സർവീസ് കമ്മീഷൻ. സർക്കാർ ജീവനക്കാരുടെ നിയമനവുമായി പ്രധാനമായും ബന്ധപ്പെട്ട സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. സർക്കാർ സർവീസിലേക്കുള്ള നിയമനം നടത്തുന്നത് PSC വഴിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. പൊതുഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ജനസേവനം, ഓപ്ഷൻ ബി ഉത്തരവാദിത്തം, ഓപ്ഷൻ സി സുതാര്യത, ഓപ്ഷൻ ഡി സ്വകാര്യ ലാഭം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വകാര്യ ലാഭം. പൊതുഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയല്ലാത്തത് സ്വകാര്യ ലാഭം. പൊതുഭരണം സ്വകാര്യ ലാഭത്തിനല്ല, ജനസേവനത്തിനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 37. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന പ്രധാന മാർഗം ഏത്? ഓപ്ഷൻ എ പരാതി പരിഹാര സംവിധാനം, ഓപ്ഷൻ ബി നികുതി വർധന, ഓപ്ഷൻ സി നിയമനിർമ്മാണം മാത്രം, ഓപ്ഷൻ ഡി തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, പരാതി പരിഹാര സംവിധാനം. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന പ്രധാന മാർഗമാണ് പരാതി പരിഹാര സംവിധാനം. പരാതി പരിഹാര സംവിധാനങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 38. ഭരണ സംവിധാനത്തിൽ അഴിമതി കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ഏത്? ഓപ്ഷൻ എ സുതാര്യതയും ഉത്തരവാദിത്തവും, ഓപ്ഷൻ ബി വിവരങ്ങൾ മറച്ചുവെക്കൽ, ഓപ്ഷൻ സി അധികാര കേന്ദ്രീകരണം, ഓപ്ഷൻ ഡി പൊതുജന പങ്കാളിത്തം കുറയ്ക്കൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, സുതാര്യതയും ഉത്തരവാദിത്തവും. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ഭരണ സംവിധാനത്തിൽ അഴിമതി കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് സുതാര്യതയും ഉത്തരവാദിത്തവും. സുതാര്യതയും ഉത്തരവാദിത്തവും അഴിമതി നിയന്ത്രിക്കാൻ സഹായിക്കുന്നു.
ക്വസ്റ്റ്യൻ നമ്പർ 39. ജനാധിപത്യത്തിൽ ഭരണ സംവിധാനം ആരോടാണ് ഉത്തരവാദിത്തമുള്ളത്? ഓപ്ഷൻ എ രാഷ്ട്രപതിയോട് മാത്രം, ഓപ്ഷൻ ബി മന്ത്രിസഭയോട് മാത്രം, ഓപ്ഷൻ സി ജനങ്ങളോട്, ഓപ്ഷൻ ഡി കോടതിയോട് മാത്രം. ആൻസർ ഓപ്ഷൻ സി ആണ്, ജനങ്ങളോട്. ജനാധിപത്യത്തിൽ ഭരണ സംവിധാനം ജനങ്ങളോടാണ് ഉത്തരവാദിത്തമുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 40. ജനസേവനമാണ് പൊതുഭരണത്തിന്റെ അടിസ്ഥാന തത്വം എന്ന പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ഭരണത്തിന്റെ ലക്ഷ്യം ജനക്ഷേമമാണ്, ഓപ്ഷൻ ബി ഭരണത്തിന്റെ ലക്ഷ്യം ലാഭമാണ്, ഓപ്ഷൻ സി ഭരണത്തിന്റെ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് നടത്തലാണ്, ഓപ്ഷൻ ഡി ഭരണത്തിന്റെ ലക്ഷ്യം നികുതി ശേഖരണം മാത്രമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഭരണത്തിന്റെ ലക്ഷ്യം ജനക്ഷേമമാണ്. പൊതുഭരണത്തിന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളുടെ ക്ഷേമവും മികച്ച സേവനവും ഉറപ്പാക്കലാണ്. 41. പൊതുഭരണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ അധികാരം നിലനിർത്തുക, ഓപ്ഷൻ ബി ജനങ്ങൾക്ക് കാര്യക്ഷമമായ സേവനം നൽകുക, ഓപ്ഷൻ സി നികുതി വർദ്ധിപ്പിക്കുക, ഓപ്ഷൻ ഡി സ്വകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനങ്ങൾക്ക് കാര്യക്ഷമമായ സേവനം നൽകുക. പൊതുഭരണത്തിന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങൾക്ക് കാര്യക്ഷമവും സുതാര്യവുമായ സേവനം നൽകുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ച് പരിഹരിക്കാൻ സർക്കാർ ഒരുക്കുന്ന സംവിധാനം ഏത്? ഓപ്ഷൻ എ പരാതി പരിഹാര സംവിധാനം, ഓപ്ഷൻ ബി തിരഞ്ഞെടുപ്പ് സംവിധാനം, ഓപ്ഷൻ സി നികുതി സംവിധാനം, ഓപ്ഷൻ ഡി ബാങ്കിംഗ് സംവിധാനം. ആൻസർ ഓപ്ഷൻ എ ആണ്, പരാതി പരിഹാര സംവിധാനം. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി സർക്കാർ പരാതി പരിഹാര സംവിധാനങ്ങൾ ഒരുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 43. പൊതുഭരണത്തിൽ ഉത്തരവാദിത്തം എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ അധികാരം വർദ്ധിപ്പിക്കൽ, ഓപ്ഷൻ ബി ജനങ്ങളോട് കണക്ക് ബോധിപ്പിക്കൽ, ഓപ്ഷൻ സി നികുതി ശേഖരണം, ഓപ്ഷൻ ഡി നിയമനിർമ്മാണം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനങ്ങളോട് കണക്ക് ബോധിപ്പിക്കൽ. ഭരണ സംവിധാനം ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 44. സർക്കാർ സേവനങ്ങൾ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഇ ഗവേണൻസ്, ഓപ്ഷൻ ബി ഇ കൊമേഴ്സ്, ഓപ്ഷൻ സി ഇ ബാങ്കിംഗ്, ഓപ്ഷൻ ഡി ഇമെയിൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇ ഗവേണൻസ്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഇ ഗവേണൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഭരണത്തിലെ സുതാര്യത ഉറപ്പാക്കാൻ സഹായിക്കുന്ന നിയമം ഏത്? ഓപ്ഷൻ എ വിവരാവകാശ നിയമം, ഓപ്ഷൻ ബി വന നിയമം, ഓപ്ഷൻ സി മോട്ടോർ വാഹന നിയമം, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ നിയമം. ആൻസർ ഓപ്ഷൻ എ ആണ്, വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം ഭരണത്തിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 44. പൊതുഭരണത്തിൽ അഴിമതി തടയാൻ ഏറ്റവും ആവശ്യമായ ഘടകം ഏത്? ഓപ്ഷൻ എ സുതാര്യത, ഓപ്ഷൻ ബി രഹസ്യ സ്വഭാവം, ഓപ്ഷൻ സി അധികാര കേന്ദ്രീകരണം, ഓപ്ഷൻ ഡി കാലതാമസം. ആൻസർ ഓപ്ഷൻ എ ആണ്, സുതാര്യത. സുതാര്യതയും ഉത്തരവാദിത്തവും അഴിമതി കുറയ്ക്കാൻ സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 48. സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്ന പ്രധാന സംവിധാനം ഏത്? ഓപ്ഷൻ എ പൊതുഭരണം, ഓപ്ഷൻ ബി മാധ്യമങ്ങൾ, ഓപ്ഷൻ സി രാഷ്ട്രീയ പാർട്ടികൾ, ഓപ്ഷൻ ഡി സ്വകാര്യ സ്ഥാപനങ്ങൾ. ആൻസർ ഓപ്ഷൻ എ പൊതുഭരണം. സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നത് പൊതുഭരണ സംവിധാനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. പൊതുഭരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകം ഏത്? ഓപ്ഷൻ എ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ഓപ്ഷൻ ബി സേവനങ്ങൾ വൈകിപ്പിക്കൽ, ഓപ്ഷൻ സി രഹസ്യ സ്വഭാവം, ഓപ്ഷൻ ഡി അധികാര ദുരുപയോഗം. ആൻസർ ഓപ്ഷൻ എ ആണ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഭരണസേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നൽകാൻ സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 50. പൊതുഭരണം എന്ന പാഠത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? ഓപ്ഷൻ എ ജനകേന്ദ്രിതവും കാര്യക്ഷമവും സുതാര്യവുമായ ഭരണമാണ് നല്ല ഭരണം, ഓപ്ഷൻ ബി ഭരണത്തിന്റെ ലക്ഷ്യം നികുതി ശേഖരണം മാത്രമാണ്, ഓപ്ഷൻ സി പൊതുഭരണം സർക്കാർ ജീവനക്കാർക്ക് മാത്രമുള്ളതാണ്, ഓപ്ഷൻ ഡി ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്, ജനകേന്ദ്രിതവും കാര്യക്ഷമവും സുതാര്യവുമായ ഭരണമാണ് നല്ല ഭരണം. ജനകേന്ദ്രിതവും സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമായ ഭരണമാണ് നല്ല ഭരണത്തിന്റെ അടിസ്ഥാനം. ഇതോടെ ഈ പൊതുഭരണം എന്ന പാഠത്തിലെ PSC ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവസാനിച്ചു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അതുപോലെ അടുത്തൊരു അധ്യായത്തിലെ PSC ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.